പിള്ളേരങ്ങൾ കളിച്ചിക്കണ്. അസംബ്ലി തുടങ്ങാനായി. എല്ലാം ലൈനായിട്ട് നിൽക്കേ. മാഷ് വിളിക്കണേ. എടീ ലൈനായിട്ട് വരാനാ പറയണേ. മാഷിനോട് പറഞ്ഞാലൊക്കെ ലൈനാണ്. എടീ എന്തെങ്കിലും പറയണം മാഷിനോട്. എനിക്ക് മാഷിനെ ഇഷ്ടം. മാഷ് നല്ല അടിപൊളി ഷർട്ടൊക്കെ ഇട്ട് വന്നകള്. കൊഞ്ചല് അന്നാർക്കും ഇഷ്ടമല്ലാത്തിട്ട്. ഇങ്ങനാണോ അസംബ്ലിക്ക് നിൽക്കുക? ലൈന് കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണോ? ഡീ സാറ് ലൈൻ അടിക്കാൻ വിളിക്കണ്ടടി. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാണ്. ഞാൻ സാറേ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നാ മതിയാ. അപ്പൊ ലൈനും കറക്റ്റ് ആവും. അങ്ങനെ കട്ടെ. അത്രക്ക് അങ്ങോട്ട് ലൈന് കറക്റ്റ് ആക്കണ്ട. കുറച്ചങ്ങോട്ട് ഇറങ്ങിക്കോട്ടാ. വേണ്ടെങ്കിൽ വേണ്ട. അയ്യേ വഷളായേ. ഞാൻ വളക്കൊടി നോക്കിക്കോ. ഐഷു ഇവിടെ വരൂ. ഈശ്വര പ്രാർത്ഥനയല്ലോ. സാറിക്കറിയൂല. ചൊല്ലൂടാണ്ട്. സാമിനാമിന എ എ വക്ക വക്ക എ എ സാമിനാമിന സാം കലൈവ ദിസ് ആഫ്രിക്ക ബംബോ എ എ. ഇതാടി എന്റെ ഈശ്വര പ്രാർത്ഥന. റുക്കോ ഇവിടെ ചൊല്ലുക. സാറില്ലേ പോട്ടെ. കണ്ടടാ ഞാൻ പൊളിക്കള കണ്ടയ്യ. ചെല്ലട്ടെ സാറേ. കൊഞ്ചാതെ അങ്ങോട്ട് ചൊല്ലൂടടി പന്ന. ചൊല്ലാലോ. ചൊല്ലൂട്. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം. പാവമാമെന്നെ നീ കാക്കുമാറാകണം. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം. പാവമാമെന്നെ നീ കാക്കുമാറാകണം. അടുത്തത് സത്യപ്രതിജ്ഞ ചെല്ലാൻ വേണ്ടിട്ട് ഷായി വരും. ഞാനവിടെ സൂപ്പർ. രണ്ടാൾക്കാർ നോക്കിക്കോ. തുടങ്ങട്ടെ സാറേ? ചൊല്ലൂട്. என் உடல் அண்ணனுக்கு, என் உயிர் அண்ணனுக்கு நான் காதலிக்க மாட்டேன், கல்யாணம் பண்ண மாட்டேன். ഇത് സത്യം സത്യം സത്യം. എന്താണ് ചെല്ലണേ? ഇതെന്താണിത്? അത് ടി വിയിൽ ഓരോന്നും കണ്ടുകാണ്ട് ഇങ്ങോട്ട് വന്നോളൂ. റുക്കോ ഇവിടെ ഒന്ന് ചെല്ലിക്ക. തുടങ്ങട്ടെ സാറേ? ചൊല്ലൂട്. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഇനി എല്ലാവരും ക്ലാസ്സിലേക്ക് വരിവരിയായിട്ട് കയറിക്കോളൂ. കുട്ടികളെ, നമ്മുടെ വാർഷിക ഫോട്ടോ എടുക്കുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബുധനാഴ്ചയാണ് നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ആ ഒരു സമയം. അപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ് ഫോട്ടോക്ക് വരുന്നത്. അപ്പൊ ബുധനാഴ്ച തന്നെ എല്ലാവരും പൈസ കൊണ്ടുവരിക. അപ്പോൾ 2 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ കിട്ടും കേട്ടോ. എടി ഫോട്ടോ എടുക്കാന്ന് പറയുന്നുണ്ട്. സാറിന്റെ അടുത്ത് ഞാൻ ഇരിക്കുള്ളൂ കേട്ടാ. സാറിന്റെ അടുത്ത് എവിടെയും പോയിരിക്കും. ഞാൻ ഇരിക്കാം. 2 സൈഡിൽ. ഒരു സൈഡിൽ ഇരുന്നോ. എവിടെങ്കിലൊക്കെ ഇരുന്നോളൂ. നിങ്ങൾ പൈസ ആയിട്ട് വന്നാൽ മതി. എടി ഞാനില്ല 50 അല്ല 100 കൊണ്ടുവരും. എന്നിട്ട് 50 രൂപ സാറിന് മുട്ടായി മേടിച്ചെടുക്കും. ഇപ്പൊട്ടത്തെ ഞങ്ങള് 100 വാങ്ങിട്ട് ഞങ്ങള് ജ്യൂസ് കുടിക്കാറോ വിചാരിച്ചിക്കണേ. ഞങ്ങളെ ജ്യൂസ് തരൂലട്ടാ. ഞാൻ 150 പറയും. അപ്പൊ ജ്യൂസും കുടിക്കാം. സാറിന് മുട്ടായും കൊടുക്കാം. എന്നാ 200 പെപ്സും മേടിക്കാം. ഞങ്ങക്ക് ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടാ. എന്നാണ് ഇപ്പൊ അത്? ഈ ബുധനാഴ്ച ഫോട്ടോഷൂട്ട് ഉണ്ട്. ചൊവ്വാഴ്ച പൈസ കൊടുക്കണം. എത്ര റുപ്യ? 200 റുപ്യ. 200? 200. 100 റുപ്യ മതി. എല്ലാരും 200 തന്നെ കൊടുക്കണം. എനിക്ക് മാത്രം 100 റുപ്യ കൊടുക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ഉപ്പാനോട് പറഞ്ഞ പൈസ വാങ്ങി തരി. എന്നാണ്ട് ചോദിച്ചോട് ഉപ്പാനോട്. ആരെയൊക്കെ തന്നോളി. ഇച്ച് കുളിക്കണൊന്നുമില്ല. നേരെ വന്നിട്ട് തിന്നുകയാണേ. അത് ഞാൻ തിന്നിട്ട് കുളിക്കാം. വിശക്കുണ്ട്. അമ്മ എന്തേടി?
ആ അമ്മ എനിക്കില്ലേ നാളെ 150 രൂപ വേണം ഫോട്ടോ എടുക്കാന്. 150 രൂപയെ? ആ എന്റെ അടുത്തില്ല. ഇല്ല നിങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ട് രാവിലെ തന്നെ എനിക്ക് കിട്ടണം. ആ നമുക്ക് നോക്കാം. ആ ആയിക്കോട്ടെ. മഴ കളിക്കാൻ പോകട്ടാ. ഉടുക്ക ചക്ക ചായ കുടിക്കാതെ ഇറങ്ങണേ. ചായ ഒന്നും വേണ്ട എനിക്ക്. ചായ അല്ല, എനിക്ക് നാളെ 150 ഉറുപ്പ്യാണ് കേട്ടാ. എന്തിന്? ഫോട്ടോഷൂട്ടാണ്, അവിടെ കൊടുക്കാനാണ്. ഞാൻ പോയിട്ട് പിന്നെ കുടിക്കാം ചായ. നിക്കട അവിടെ. ഹലോ, ആ ഐഷുന്റെ സാറല്ലേ? അതെ, നിങ്ങൾ ആരാണ്? ഇത് ഐഷുന്റെ അമ്മയാണ്. ആ പറയൂ മാഡം. നിങ്ങൾ ഐഷുവിനോട് 150 രൂപ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോക്ക് വേണ്ടിട്ട്. അല്ലല്ലോ മാഡം, 50 രൂപയാണല്ലോ പറഞ്ഞത്. 50 രൂപയാ? അവള് വേറെയാണല്ലോ പറഞ്ഞത്. നിങ്ങളെ ക്യാമറമാൻ ആ ദിനേശ് അല്ലേ? അതെ, മാഡത്തിന് അറിയോ അവരെ? അറിയാണ്ട് പിന്നെ. ഓൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് 10 രൂപയാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴേക്ക് 50 ആയാ? അയ്യോ മാഡം, പ്രിൻസിപ്പൾ എന്നോട് 25 പറഞ്ഞത്. ഓ അപ്പൊ പ്രിൻസിപ്പൾ 15 മുക്കി, നിങ്ങൾ 25 മുക്കി, എന്റെ മോള് 100 മുക്കി. നിങ്ങൾ എന്തത്? മാഡം പുറത്ത് ആരോട് പറയരുത് കേട്ടോ. പുറത്തോ? എന്നാ